ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾക്ക് മലബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നായിട്ട് മാപ്പിളാരാണ്. എന്തടിസ്ഥാനമുള്ളത്? 38% ഇവിടെ മുസ്ലിം ന്യൂനപക്ഷമുള്ളത്. മലബാറിലെ 6 ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക ജില്ല മലപ്പുറ. ബാക്കി എല്ലാ ജില്ലയിലും ഹൈന്ദവര് തന്നെയാണ് മുന്നില്. ഇത് കണക്കുകളല്ലേ, സർക്കാരിന്റെ കണക്കല്ലേ? അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞാലും അത് അങ്ങോട്ട് അവിടെ കൊണ്ടുപോയി കുത്തിക്കുക. പെറ്റുകൂട്ടുന്നവരെന്ന് പറയൊരു വിഭാഗം, ആ പറയുന്നവരെ മാലട്ട് സ്വീകരിക്കാൻ മറ്റു ചിലര്. അപ്പൊ ഒന്നിനും പറ്റാത്ത ഒരു ജനത മിണ്ടാൻ പാടില്ല. കേസ് കൊടുക്കും, ക്രിമിനലുകളാക്കും, രാജ്യത്തിന്റെ പാർലമെന്റിൽ ചർച്ച ചെയ്യിക്കും. അങ്ങനെ വിഘടനവാദികളും വർഗീയവാദികളുമായി ഒരു ജനതയെ ഇങ്ങനെ ചിത്രീകരിച്ച് ഈ പറയുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ അവസ്ഥയില്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുക. കൊറോണ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടു. ഞാൻ ഈ വിഷയം ആദ്യമായി ഗവൺമെന്റിൽ ഉന്നയിക്കുന്ന അന്നാണ്. വാക്സിൻ കണ്ടെത്തിയിട്ട് 14 ലക്ഷം വാക്സിൻ വന്നു. കേരളത്തിലെ അന്നത്തെ ആരോഗ്യമന്ത്രി MLA-മാരുടെ യോഗം വിളിച്ചപ്പോ ഞാൻ സാധാരണഗതിയിൽ ഒരു ചോദ്യം ചോദിച്ചു, നമുക്ക് എത്ര വാക്സിനാ കിട്ടിയത്? 1 ലക്ഷം. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ 1 ലക്ഷം കിട്ടിയിട്ട് എന്താക്കാന്? 19 ലക്ഷം ജനങ്ങളെ. അതല്ല, അത് കേന്ദ്രമല്ലേ തരുന്നത്, ജില്ലാടിസ്ഥാനത്തിലാണ്. ചോദിച്ചാൽ 8.5 ലക്ഷമുള്ള വയനാട്ടിനും 1 ലക്ഷം, മലപ്പുറത്തിനും 1 ലക്ഷം. ഇത് എവിടെത്തും ടീച്ചറെന്ന് ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്യാനാ? എത്ര ആളുകൾ വിദേശത്ത് പോകാൻ കഴിയാതെ വിസ ക്യാൻസലായി. ഇന്ത്യയിൽ അവസാനം വാക്സിൻ എടുത്ത് തീർന്ന ജില്ലയുടെ പേര് മലപ്പുറം. നിങ്ങൾക്കറിയോ? വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷന് രാവിലെ വീട്ടിൽ വാതിൽ തുറന്ന അന്ന് ഞാൻ MLA. ഒരു 25 പ്രവാസികളുണ്ടാവും. നിലമ്പൂരിൽ ഓഫീസെത്തിയാൽ 100 ആളുണ്ടാവും. എന്താണ്? അവര് വിസയായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇതാ എക്സിറ്റ് കഴിയാനായി, അൻവർക്ക എവിടേക്കൊന്ന് വിളിക്കുക, എവിടെന്നെങ്കിലും ഒരു സൂചി അടിപ്പിച്ചു തരി, ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പോട്ടെ. എന്തെല്ലാം ദുരന്തങ്ങൾ, എന്തെല്ലാം ദുരിതങ്ങൾ. 4 ജില്ലയിലെ ജനം നമ്മുടെ ജില്ലയിൽ ജീവിക്കുകയാണ്. കാസർഗോഡും വയനാടും ഈ പറയുന്ന പത്തനംതിട്ടയും ഇടുക്കിയും കൂടി എടുത്താൽ 46 ലക്ഷം ജനമുള്ളൂ. അവിടെ 4 കലക്ടർമാര്, ഇഷ്ടംപോലെ കോളേജ്, ഇഷ്ടംപോലെ സ്കൂള്, ഇഷ്ടംപോലെ ആശുപത്രികൾ. ഇവിടെ ഈ പ്രവാസം കൂടി ഇല്ലെങ്കിൽ എന്താ നമ്മളെ മലബാറിന്റെ സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.